പാർട്ടിയിലും മന്ത്രിസഭയ്ക്കുള്ളിലും എതിർപ്പ് ശക്തമായതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച കിയർ സ്റ്റാർമർ രാജ്യ തീരുമാനം ചാൾസ് മൂന്നാമൻ രാജാവിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും പദവിയിലേക്ക് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ പ്രധാനമന്ത്രിയെ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. 2024 പൊതു തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയാണ് കിയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിലേറിയത്. ബ്രിട്ടന്റെ 58ാം പ്രധാനമന്ത്രിയായിരുന്നു സ്റ്റാർമർ. രാഷ്ട്രീയ സമ്മർദ്ദമാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന. മെയിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടത് മുതൽ സ്റ്റാമറുടെ രാജിക്കായി പാർട്ടിക്കും മന്ത്രിസഭയ്ക്കുമുള്ളിൽ പടനീക്കം ശക്തമായിരുന്നു. മേക്കർഫീൽഡ് മണ്ഡലത്തിൽ കഴിഞ്ഞയാഴ്ച നടന്ന പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ സ്റ്റാമറുടെ പാർട്ടിക്കുള്ളിലെ മുഖ്യ എതിരാളിയായ ആന്റി ബേൺഹാം ജയിച്ചതോടെ സമ്മർദ്ദം ഇരട്ടിയായി. ബേൺഹാം സ്റ്റാമറെ പാർട്ടി നേതൃത്വം തിരഞ്ഞെടുപ്പിന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. 100ലേറെ എംപിമാരും സ്റ്റാമറുടെ രാജി ആവശ്യപ്പെട്ടു. ലേബർ പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ആഭ്യന്തര പ്രശ്നങ്ങളും രാജിക്ക് കാരണമാണ്. 2024 അന്നത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലെ കൺസർവേറ്റീവ് പാർട്ടിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സ്റ്റാമർ അധികാരത്തിലെത്തിയത്. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലേബർ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ താൻ നേരിട്ട വെല്ലുവിളികൾ സ്റ്റാർമർ ഓർമ്മിപ്പിച്ചു. 6 വർഷം മുൻപ് ഞാൻ ലേബർ പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്റെ പാർട്ടി തകർന്നടിഞ്ഞു കഴിഞ്ഞു എന്നാണ് എന്നോട് പലരും പറഞ്ഞത്. എന്നാൽ ജനങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ചു. ഞങ്ങളുടെ പാർട്ടിയെ മാറ്റിമറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കഠിനാധ്വാനമാണ് പാർട്ടിയെ മാറ്റിയതെന്നും കൂടുതൽ നീതിയുക്തമായ ഒരു ബ്രിട്ടൻ കെട്ടിപ്പടുക്കാൻ ഇത് സഹായിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്പന്നരായ ഒരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാവർക്കും അന്തസ്സും ബഹുമാനവും സമ്പത്തും അവസരങ്ങളും നൽകുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമാക്കി, വേതന വർധനവ് വേഗത്തിലാക്കി, നിക്ഷേപങ്ങൾ ഉറപ്പാക്കി, സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവസാനിപ്പിച്ചു, തൊഴിലാളികളുടെ അവകാശങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരോഗതി കൊണ്ടുവന്നു, 5 ലക്ഷത്തോളം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ഭാവി സംബന്ധിച്ച ചോദ്യങ്ങൾ ലേബർ പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നുവെന്ന് സ്റ്റാർമർ പ്രതികരിച്ചു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി ഞാനാണോ എന്നാണ് ഇപ്പോൾ എന്റെ പാർട്ടി ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ രാജി സ്ഥിരീകരിച്ചു. സ്റ്റാർമറിന് മേലുള്ള സമ്മർദ്ദം മാസങ്ങളായി നിലനിന്നിരുന്നെങ്കിലും മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആന്റി ബേൺഹാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വെസ്റ്റ്മിൻസ്റ്ററിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് സ്റ്റാർമറെ വെല്ലുവിളിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ബേൺഹാം പ്രചാരണം നടത്തിയത്. നൈജൽ ഫാരാഷിന്റെ റിഫോം UK പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ബേൺഹാം നേടിയ വിജയം പാർട്ടിക്ക് പുതിയ ജീവൻ നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നതിന്റെ തെളിവായി പല ലേബർ എംപിമാരും കണ്ടു. ഇതോടെ നേതൃസ്ഥാനത്തിനായി പോരാടണമോ അതോ മാറി നിൽക്കണമോ എന്ന് സ്റ്റാർമർ ആലോചിച്ചു. ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വാഗ്ദാനം ചെയ്ത സാമ്പത്തിക വളർച്ച കൈവരിക്കാനും തകർച്ചയിലായ പൊതുസേവനങ്ങൾ നന്നാക്കാനും ജനങ്ങൾ നേരിടുന്ന ജീവിത ചെലവ് പ്രതിസന്ധികൾ ലഘൂകരിക്കാനും സ്റ്റാർമർ ഏറെ പാടുപെട്ടിരുന്നു. ഇതിനൊപ്പം ഒരു പിടി രാഷ്ട്രീയ വിവാദങ്ങളും ലേബർ പാർട്ടിക്ക് തിരിച്ചടിയായി. കൂടാതെ ഗ്രീൻ പാർട്ടിയും റിഫോം UKയും ജനപ്രീതിയിൽ മുന്നേറിയതും സ്റ്റാർമറുടെ സ്ഥാനം കൂടുതൽ ദുർബലമാക്കി. ഇനി സ്റ്റാർമറിന് പകരക്കാരനെ കണ്ടെത്താനുള്ള മത്സരത്തിലേക്കാണ് ബ്രിട്ടൻ ഉറ്റുനോക്കുന്നത്. പല ലേബർ എംപിമാരും ആന്റി ബേൺഹാമിന് പിന്നിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഔദ്യോഗികമായി ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുമോ എന്ന് വ്യക്തവുമല്ല. മുൻ ആരോഗ്യ സെക്രട്ടറി വെസ് സ്ട്രീറ്റിംഗ് താൻ മത്സര രംഗത്തുണ്ടാകുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ട്രീറ്റിംഗ് ബേൺഹാമുമായി ഒരു ധാരണയിലെത്തുകയും ഭാവി ഭരണകൂടത്തിൽ ഒരു പ്രധാന പദവി സ്വീകരിക്കുകയും ചെയ്തേക്കുമെന്നാണ് മുതിർന്ന ലേബർ നേതാക്കൾ കരുതുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.